സപ്ലിമെന്ററി അലോട്ട്മെന്റ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പല വിദ്യാർത്ഥികളും പല സംശയങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓൾറെഡി പ്രോസ്പെക്ടസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോസ്പെക്ടസ് തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം പ്രോസ്പെക്ടസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സപ്ലിമെന്ററി ഘട്ടത്തെക്കുറിച്ചും അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചും എന്താണ് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് പല വിദ്യാർത്ഥികളും പല രക്ഷിതാക്കളും MS സൊല്യൂഷൻസിന്റെ ഓഫീസ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കുന്നത്, സാർ ഒന്നുമേ അറിയില്ല, ഇനി പുതുക്കി അപേക്ഷിക്കേണ്ടതുണ്ടോ, ഈ സ്കൂൾ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു, സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നു, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണോ സപ്ലിമെന്ററി കഴിഞ്ഞിട്ടാണോ ട്രാൻസ്ഫർ, പല രീതികളിൽ പല ചോദ്യങ്ങൾ എല്ലാത്തിൻ്റെയും ഉത്തരം പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രോസ്പെക്ടസ് ഇതുവരെ എടുത്തു നോക്കാത്ത രക്ഷിതാക്കളുടെ മുമ്പിലാണ് ഞാനിപ്പോൾ പ്രോസ്പെക്ടസിൽ എഴുതിയിരിക്കുന്നത് കാണിക്കുന്നത്. ഓക്കെ, 3 അലോട്ട്മെന്റുകൾ അടങ്ങുന്ന മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം ഒഴിവുള്ള സ്കൂളുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തും. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയ അവസാനിക്കുന്നതോടെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന വിദ്യാർത്ഥികൾ പ്രവേശനം നിർബന്ധമായി സ്ഥിരപ്പെടുത്തണം. ഇപ്പം 3 അലോട്ട്മെന്റിലും 3ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സ്ഥിരമായിട്ട് ചേരണമല്ലോ. എന്നാൽ അത് കഴിഞ്ഞിട്ട് സപ്ലിമെന്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും അവിടെ ടെമ്പററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, അവിടെയും സ്ഥിരമായി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിക്കുന്നതിന് മുൻപ് ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ തേർഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ് 19 ഇന്നും 20, 21. സോ 21-ാം തീയതി കഴിഞ്ഞ് 24-ാം തീയതി സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ HS CAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇനി എത്ര സീറ്റുകൾ ഓരോ സ്കൂളുകളിലും ഒഴിവുണ്ട് എന്നുള്ളത് കാണിക്കും. ആ ഒഴിവുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മുഹമ്മദ് അലി ജൗഹർ, ഞാൻ +1 പഠിച്ച MJ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾ സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് MJ സ്കൂളിൽ സയൻസ് സീറ്റ് കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ സ്കൂളിലെ സയൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്കൂളുകളിലും ഏതൊക്കെ കോഴ്സുകളിലാണോ വാക്കൻസി, ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. 0 വാക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, അപേക്ഷ നൽകിയിട്ടും മുഖ്യ അലോട്ട്മെന്റുകളിൽ ഒന്നിലും ഇടം നേടാൻ കഴിയാത്തവർ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നതിനായി നിലവിലുള്ള അപേക്ഷ പുതുക്കണം. അതായത്, സർ ഞാൻ ഓൾറെഡി അലോട്ട്മെന്റ് കൊടുത്തതല്ലേ, ഇനി ഞാൻ 4th അലോട്ട്മെന്റ് എന്നുള്ള രീതിയിൽ സപ്ലിമെന്ററിക്ക് കാത്തിരുന്നാൽ പോരാ. നിനക്ക് നിലവിൽ തേർഡ് അലോട്ട്മെന്റിൽ വേണ്ടി നിനക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നീ ഇനി എവിടെയാണോ കൊടുത്തിരുന്നത് അവിടെ ചെന്ന് നീ പുതുക്കി അപേക്ഷിക്കണം. നീ എവിടെ കൊടുത്താലും കുഴപ്പമില്ല, യൂസർ നെയിമും പാസ്വേഡും ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഒരു ലിങ്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് ലഭിച്ചിട്ടില്ലായിരുന്നോ? അതുപോലെ ലിങ്ക് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നീ വീണ്ടും സ്കൂളുകളുടെയും കോഴ്സുകളുടെയും ഓപ്ഷൻസുകൾ എവിടെയാണോ ഒഴിവുള്ളത് അത് തിരഞ്ഞെടുത്തുകൊണ്ട് പുതുക്കി അപേക്ഷിക്കണം. ഇതുവരെ കൊടുക്കാൻ കഴിയാത്തവരോ നേരത്തെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് തെറ്റിപ്പോയവർക്കോ ഈ അവസരത്തിൽ ഈ ഒരു സപ്ലിമെന്ററിയിൽ വീണ്ടും അപേക്ഷിക്കാം. ഓക്കെ, അവരെന്ത് ചെയ്യണം? അവരും പുതുക്കണം. പുതിയതായി കൊടുക്കുന്നവർ പുതിയതായി തന്നെ കൊടുക്കണം. ഓൾറെഡി കൊടുത്ത നിങ്ങൾ, തേർഡ് അലോട്ട്മെന്റ് വരെ കാത്തിരുന്നിട്ടും കിട്ടാത്ത നിങ്ങൾ പുതുക്കി അപേക്ഷിക്കണം. ഓക്കെ ആണല്ലോ? ഇനി അപേക്ഷ പുതുക്കുന്നതോടൊപ്പം നിലവിലുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ പുതുക്കി നൽകണം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുള്ള സ്കൂളിലേക്കോ ഒഴിവുള്ള സ്കൂളുകളിലെ കോഴ്സുകളിലേക്കോ മാത്രമേ ഓപ്ഷനുകളായി തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലിമെന്ററിയിൽ ആ സ്കൂളിന്റെ പേര് കൊടുക്കാൻ കഴിയുകയുള്ളൂ. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി തയ്യാറാക്കുന്ന പുതിയ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഈ അപേക്ഷകരെ വീണ്ടും പ്രവേശനത്തിനായി പരിഗണിക്കും. അതായത് സപ്ലിമെന്ററിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളുകാരല്ല ആ കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വീണ്ടും പബ്ലിഷ് ചെയ്യും. അതിൽ നല്ല റാങ്കുള്ള കുട്ടിക്ക് ആ സ്കൂളിൽ സീറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ അപേക്ഷ പുതുക്കാതിരുന്നാൽ അലോട്ട്മെന്റിന് വേണ്ടി
പരിഗണിക്കില്ല. നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ടും സപ്ലിമെന്ററിയുടെ ഡേറ്റ് വന്നിട്ടും ജൂലൈ 2-ാം തീയതിയുടെ മുന്നേ സപ്ലിമെന്ററിയുടെ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും. അതായത് തേർഡ് അലോട്ട്മെന്റോട് കൂടി ഇതുവരെ ഒരു സ്കൂളിലും സീറ്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? പുതുക്കി അപേക്ഷിക്കണം. പുതുക്കി അപേക്ഷിക്കാൻ നിങ്ങളോട് മറന്നുപോയാൽ നിങ്ങളെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക ചെയ്യും. നേരത്തെ അപേക്ഷ നൽകാതിരുന്നവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷ നൽകാം. CBSEയുടെ സ്കൂൾ തല പരീക്ഷയിൽ യോഗ്യത നേടിയവരെയും മുഖ്യഘട്ട അപേക്ഷാ സമർപ്പണ തീയതിക്ക് ശേഷം യോഗ്യത നേടുന്നവരെയും ഈ ഘട്ടത്തിലായിരിക്കും പരിഗണിക്കുക. അതായത് CBSE ICSE പോലെയുള്ള സിസ്റ്റത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു സപ്ലിമെന്ററിയിലാണ് നിങ്ങളെ കൂടുതൽ പരിഗണിക്കുക. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ബോണസ് പോയിന്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക്. എന്നാൽ നിങ്ങൾ പഠിച്ച CBSE പ്രകാരം പോലും നിങ്ങൾക്ക് സപ്ലിമെന്ററിയിൽ സീറ്റുകൾ കിട്ടുവാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്ലിമെന്ററിയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം? സ്റ്റേറ്റുകാർക്കും അതുപോലെ തന്നെ CBSEക്കാർക്കൊക്കെ ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന അലോട്ട്മെന്റിന്റെ പേരാണെന്ത്? സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ എന്നാൽ നിലവിൽ പ്രവേശനം നേടിയ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അൺഎയ്ഡഡ് കോട്ടയിലോ ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കുവാൻ പാടില്ല. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം നേടാത്ത അപേക്ഷകരെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ മെറിറ്റ് കോട്ടയിൽ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികളുണ്ടായേക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലൂടെ കയറിയവരുണ്ടാകും, കമ്മ്യൂണിറ്റി കോട്ടയിൽ പെർമനന്റ് ആയിട്ട് നേടിയവരുണ്ടാകും, അല്ലെങ്കിലോ അൺഎയ്ഡഡ് കോട്ടകളിലോ സ്പോർട്സ് കോട്ടയിലൂടെയോ പ്രവേശിച്ച കുട്ടി ഉണ്ടായേക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നിങ്ങൾക്കൊരിക്കലും സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കൽ പോലും സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം സപ്ലിമെന്ററി കിട്ടിയവർക്കുള്ളതല്ല, കിട്ടാത്തവർക്കുള്ളതാ. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടും ഒരു അലോട്ട്മെന്റിൽ പോലും വരാത്ത കുട്ടികൾക്കുള്ളതാ, അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ കൊടുത്തിട്ട് തെറ്റിപ്പോയ കുട്ടികൾക്കുള്ളതാ, അല്ലെങ്കിൽ ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്ന കുട്ടികൾക്കുള്ളതാണ് സപ്ലിമെന്ററി. നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്കുള്ളത് ഈ ട്രാൻസ്ഫർ ആണ്. നിങ്ങൾക്ക് പല കോട്ടകളിലും പ്രവേശിച്ച കുട്ടികൾക്ക് ഇനിയുള്ളത് ട്രാൻസ്ഫർ ആണ്. സർ, എപ്പോഴാണ് ട്രാൻസ്ഫർ? ആ ട്രാൻസ്ഫറിന്റെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്. ദാ അപേക്ഷകരുള്ള പക്ഷം, അതായത് അപേക്ഷകർ ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് ശേഷം ജില്ലാന്തര സ്കൂൾ ഓർ കോമ്പിനേഷൻ മാറ്റങ്ങൾ അനുവദിക്കുകയുള്ളൂ. അതായത് സപ്ലിമെന്ററിക്ക് ശേഷം ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുള്ളൂ. അതായത് സപ്ലിമെന്ററിക്ക് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുക. സപ്ലിമെന്ററി തീരുന്നത് ജൂലൈ 31-ാം തീയതിയാണ്. ജൂലൈ 31 കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ. അങ്ങനെ ജൂലൈ 31 വരെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്നില്ലെങ്കിൽ ജൂലൈ 31 വരെ നിലവിൽ കിട്ടിയ കുട്ടികൾ സ്കൂളുകളിൽ പോയി പഠിക്കണം. നിങ്ങൾക്ക് തേർഡോടുകൂടി എവിടെയാണോ കിട്ടിയത് അവിടെ പോയി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. അധികം സംസാരിക്കുന്നില്ല, പുറത്ത് നല്ല മഴയുണ്ട്. ആ ശബ്ദം നിങ്ങൾ കേൾക്കാതിരിക്കാനാണ് ഞാൻ ഓവർ സൗണ്ട് എടുത്ത് പറയുന്നത്. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. സപ്ലിമെന്ററി കിട്ടാത്തവർക്കുള്ളതാ. ഓക്കെ, ട്രാൻസ്ഫർ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒരുമിച്ച് അപേക്ഷിക്കാനുള്ളതാ. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട. ട്രാൻസ്ഫറിന് ലിമിറ്റ് ഉണ്ട്, പരിമിതിയുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.